തേങ്ങ കട്ട് ചെയ്യുന്ന മെഷീനോ? അതെ, തേങ്ങ കട്ട് ചെയ്യുന്ന അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്? അതെ. ഇതും കുറെ ആൾക്കാർ എന്നോട് വിളിച്ചു ചോദിച്ചതാണ് കേട്ടോ, ഇഡ്ലി മാവിന്റെ മെഷീൻസ് ഒക്കെ എവിടെയാ കിട്ടുക? ഇതിൽ ഉഴുന്ന് അരച്ചു കഴിഞ്ഞാൽ ഉഴുന്നിന് ഒരു പ്രത്യേക രീതിയിൽ പതഞ്ഞു വരികയും ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി നമുക്ക് ഇതിന്റെ ചെറുതും ചെയ്യുന്നു. ഇതിന്റെ ചെറുതുണ്ട് 60 കിലോ. ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റുമോ? ഇത്തിരി ഇതും നമുക്ക് ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യാം. കുടിൽ വ്യവസായം പോലെ ഒരു വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റിയ ചെറിയ പൾവറൈസർ ഉണ്ട്. കുറ്റിയാടി തേങ്ങ എടുത്ത് ഈ സൂര്യയുടെ എക്സ്പെല്ലറിൽ ഇട്ട് അവർ യൂസ് ചെയ്ത് കൃത്യമായിട്ട് 70% ഓയിൽ എക്സ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ പ്രൂവ് ചെയ്തതാണ്. FG Rower എന്ന് വന്നിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്തായിട്ട് ഊരൂട്ടമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സൂര്യ ഇലക്ട്രിക്കൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ പല യൂണിറ്റ് ഇന്ന് തുടങ്ങുന്നുണ്ടല്ലേ, അത് ഓയിൽ കമ്പനി ആവാം, അതല്ലെങ്കിൽ ഒരു പുട്ടുപൊടിയുടെ ഒരു യൂണിറ്റ് ആവാം, അതുമല്ലെങ്കിൽ ഒരു ഇഡ്ലി ബാറ്ററി ചെയ്യുന്ന ഒരു യൂണിറ്റ് ആവാം. ഇങ്ങനെയുള്ള ഏത് യൂണിറ്റിലേക്ക് ആവശ്യമുള്ള എല്ലാ മെഷീൻസും ചെയ്യുന്ന ഒരു കമ്പനിയാണ് സൂര്യ ഇലക്ട്രിക്കൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി. ഇത് കൂടാതെ തന്നെ ഒത്തിരി മെഷീൻസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ചെയ്യുന്നത് നമുക്ക് കാണാം. നേരെ സൂര്യ ഇലക്ട്രിക്കൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സ് കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. സൂര്യ കമ്പനിയുടെ ഓണർ ജയാടിന് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഈ ഒരു കമ്പനി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട്? ഞങ്ങളിത് 1992 മാനുഫാക്ചറിങ് രീതിയിലേക്ക് കടന്നു വരികയും ഈ സ്ഥാപനം തുടങ്ങിയത്. അതിന് മുന്നോടി തന്നെ എൻ്റെ ഫാദർ ഈ സർവീസ് മേഖലയിലും കുറച്ചൊക്കെ മാനുഫാക്ചറിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അതൊരു 1976 മുതൽ 76 മുതലേ ഉണ്ടല്ലേ? ഓക്കെ, അത്രയും പഴക്കമുള്ള ഒരു കമ്പനിയാണ് ശരിക്കും സൂര്യ എന്ന് പറയുന്നത്. അതെ, 92 ഞാനും അച്ഛൻ്റെ കൂടെ ചേർന്നിട്ട് ഇത് കുറേയൊക്കെ പഠിക്കുകയും കുറച്ചുകൂടെ വിപുലീകരിക്കുകയും ചെയ്തത്. ഏതൊക്കെ ടൈപ്പ് മെഷീൻസ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? ഞങ്ങൾ ചെയ്യുന്നത് ഓയിൽ എക്സ്പില്ലറിനോട് അനുബന്ധിച്ചുള്ള മിഷൻ ചെയ്യുന്നത് തേങ്ങ തൊട്ട് തുടങ്ങാം. നമുക്ക് തേങ്ങ പുതുക്കാൻ മിഷൻ വേണം, അതിനുള്ള മിഷൻ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അടുത്ത ഈ തേങ്ങ നമുക്ക് ഉടയ്ക്കുന്ന, അതും മാൻ പവർ വേണ്ട, നമുക്ക് മിഷനിൽ തന്നെ അത് ചെയ്യാം. തേങ്ങ കട്ട് ചെയ്യുന്ന മെഷീനോ? അതെ, തേങ്ങ കട്ട് ചെയ്യുന്ന അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്? അതെ, ചെയ്യുന്നു. സിംഗിൾ ടൈപ്പ് ആണ് നിങ്ങൾ ചെയ്യുന്നത്? സിംഗിൾ മാത്രമല്ല, ഡബിൾ ടൈപ്പുമായിട്ടും ചെയ്യുന്നുണ്ട്. രണ്ട് സൈഡിലൂടെ കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വരുന്ന ടൈപ്പ് ഡബിളും ചെയ്യുന്നുണ്ട്? അതെ, ഡബിളും ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ അടുത്തത് ഇത് കഴിഞ്ഞ് നമുക്ക് ട്രയറുകൾ. ട്രയർ എന്ന് വെച്ചാൽ ബൾക്ക് ട്രേയാണ്. ബൾക്ക് ട്രേയിൽ നമുക്ക് 500 തേങ്ങ, 1000 തേങ്ങ, 1500 തേങ്ങ, 2000 തേങ്ങ, ഇതെല്ലാം നമുക്ക് ബൾക്ക് ട്രേയിൽ ചെയ്യാൻ കഴിയും. അത് നമുക്ക് ഇലക്ട്രിക്കൽ ആണോ, ഏത് ടൈപ്പാണ് വരുന്നത്? അത് ഇലക്ട്രിക്കാ വരുന്നത്. ഇലക്ട്രിക് ആണ്. തേങ്ങ ഉണക്കി കഴിഞ്ഞു, കൊപ്രയാക്കി. പിന്നെ അടുത്തത് എസ്പില്ലറാണ്. നമ്മൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ കട്ട് ചെയ്യണം. കൊപ്ര കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കൊപ്ര കട്ടർ ചെയ്യുന്നുണ്ട്. ഓക്കെ, കൊപ്ര കട്ട് ചെയ്ത ശേഷം നമുക്ക് ഓയിൽ എക്സ്പില്ലറിൽ കൊടുക്കാം. എക്സ്പെല്ലർ നിങ്ങൾ ചെയ്യുന്നുണ്ട്? അതെ, എക്സ്പില്ലറാ ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത്. അതിന്റെ സൈഡായിട്ടുള്ള എല്ലാ മെഷീൻ. അപ്പൊ ഈ എക്സ്പെല്ലർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന മെഷീൻ ആവശ്യമുണ്ട്, ഒരു യൂണിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഈ എണ്ണ ഫിൽട്ടർ ചെയ്യണം, അതിന് ഓയിൽ ഫിൽട്ടർ ഉണ്ട്. അതുകൊണ്ട് ഇതോട് കൂടിയിട്ട് നമ്മളൊരു ഓയിൽ കമ്പനിയിലേക്ക്, ഒരു ഓയിൽ യൂണിറ്റിലേക്ക് ആവശ്യമുള്ള എല്ലാ മെഷീൻസും കഴിഞ്ഞു. അതെ, ഓക്കെ. ഇനി അടുത്തുള്ളത് നമുക്ക് ഇനി ട്രയറുകളുണ്ട്. അതായത് മില്ലറ്റ് ഐറ്റം, വെജിറ്റബിള്, ഫിഷ്, മീറ്റ്, ഇതൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്തെടുക്കേണ്ട ട്രയറുകളുണ്ട്. ഇത് ചെറിയ രീതിയിലുള്ളതുണ്ട്. 3 ട്രേ മുതൽ 48 ട്രേ വരെയുള്ള ട്രയർ. 48 ട്രേ വരെ ഒരു വൺ ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രയർ ഉണ്ട്? അതെ അതെ. ഇനി അടുത്തത് ഏത് യൂണിറ്റിലേക്ക് ആവശ്യമുള്ള മെഷീൻസ് നിങ്ങൾ ചെയ്യുന്നത്? അടുത്ത് ഞങ്ങൾ ചെയ്യുന്നത് ഇഡ്ഡലി ദോശ മാവ് യൂണിറ്റിലേക്ക്. അതും ചെയ്യുന്നുണ്ട്? അതെ, അത് ചെയ്യുന്നുണ്ട്. ഇതും കുറെ ആൾക്കാർ എന്നോട് വിളിച്ചു ചോദിച്ചതാണ് കേട്ടോ, ഇഡ്ലി മാവിന്റെ മെഷീൻസ് ഒക്കെ എവിടെയാ കിട്ടുക എന്നുള്ളത്. ഇതിന് ആവശ്യമുള്ള എന്തൊക്കെ മെഷീൻസ് ആണ്? അതിൽ ആവശ്യമുള്ള ആദ്യം നമുക്ക് റൈസ് വാഷിംഗ് വേണം. റൈസ് വാഷർ ഉണ്ട്. ഓക്കെ. അത് കഴിഞ്ഞ് നമുക്ക് ഇൻസ്റ്റാന്റ് വെഗ് ഗ്രൈൻഡർ ഉണ്ട്. അരി നമുക്ക് മണിക്കൂറിൽ 60 കിലോ അരി ലിക്വിഡായിട്ട് അരച്ച് മാറ്റണം, ഇൻസ്റ്റാന്റ് വെഗ് ഗ്രൈൻഡർ. പിന്നെ ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഉഴുന്നിലേക്ക് വെഗ് ഗ്രൈൻഡർ, പഴയ രീതിയിലുള്ള കല്ലും പുഴയുമായിട്ടുള്ള ഗ്രൈൻഡറുകളാണ് അറേഞ്ച് ചെയ്തത്. ഇതിൽ ഉഴുന്ന് അരച്ചു കഴിഞ്ഞാൽ ഉഴുന്നിന് ഒരു പ്രത്യേക രീതിയിൽ പതഞ്ഞു വരികയും ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി നമുക്ക് കിട്ടും. അങ്ങനെയുണ്ടല്ലോ. ഇതെങ്ങനെ നമ്മൾ ഇതും ട്വിൽറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്? അതെ, ഇത് ടിൽറ്റ് ചെയ്ത് ഇത് പുറത്തെടുക്കാം. ഇതേപോലെ സിമ്പിൾ ആയിട്ട് ചെരിച്ചിട്ടും എടുക്കാം അല്ലേ? ഓക്കെ. ഇത് അത്യാവശ്യം നല്ല ഒരു വെയിറ്റ് ഉള്ള ഒരു മെഷീൻ ആണല്ലേ? അതെ, ഹെവി മെഷീനാ. അത് കഴിഞ്ഞ് പിന്നെ ഇതിന്റെ ഉഴുന്ന് അരി അരച്ച ശേഷം ഇതിനെല്ലാം നല്ല ആനുപാതികമായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കറക്റ്റ് മിക്സിങ്ങിലേക്ക് ഈ മിക്സ് ചെയ്ത ശേഷമാണ് പാക്കിംഗ് സെക്ഷനിലേക്ക് പോകുന്നത്. പാക്കിങ്ങോട് കൂടിയിട്ട് ഈ ഒരു യൂണിറ്റിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മൾ പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ. അതിനുള്ള മെഷീൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അതെ, അതിനുള്ള മെഷീനാ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഇപ്പം സെയിൽസ് ആയിട്ട് നടക്കുന്ന മെഷീൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വരപ്പോഴും റൈസ് വാഷിംഗ് വേണം, പിന്നെ സീമർ വേണം. അത് കഴിഞ്ഞ് ഇതിനെ പൊടിക്കാൻ ഒരു പൾവറൈസർ വേണം. പൾവറൈസർ ഈ ചെറുതും വലുതൊക്കെ പൾവറൈസർ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങളുണ്ടോ? പൾവറൈസർ നമ്മൾ സിംഗിൾ കട്ടിംഗ് പൾവറൈസർ ഉണ്ട്, ഡബിൾ കട്ടിംഗ് പൾവറൈസർ ഉണ്ട്, ഡബിൾ കട്ടിംഗ് ഡബിൾ സ്റ്റേജ് പൾവറൈസർ ചെയ്യുന്നുണ്ട്. അത് ശരി. അത് മിനി പൾവറൈസർ ഉണ്ട്. മിനി പൾവറൈസർ ഇതെന്ന് വെച്ചാൽ നമുക്ക് 3 ഫേസ് ലൈൻ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് കുടിൽ വ്യവസായം പോലെ ഒരു വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റിയ ചെറിയ പൾവറൈസർ ഉണ്ട്. ആ പൾവറൈസറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് മുളക്, മല്ലി ഇതെല്ലാം പൊടിക്കാം. എന്ത് വേണോ, മില്ലറ്റ് ഐറ്റങ്ങളോ
എല്ലാം പൊടിക്കാൻ കണക്കിന് പ്രത്യേകം ഡിസൈൻ ചെയ്ത ഒരു പൾവറൈസർ ഉണ്ട്. അത് ചെറിയൊരു കുഞ്ഞൊരു സംരംഭമായിട്ട് തുടങ്ങുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന അതെ pulverizer അതെ, അല്ലേ? അവർക്ക് പറ്റിയ, അതായത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ആ. ചെയ്യാൻ പറ്റിയ ഒരു മെഷീൻ. ഓക്കെ. പുട്ടുപൊടിയിട്ട് നമ്മൾ പൂർത്തിയായില്ല. അതെ അതെ അതെ. അതിലിനി വേണ്ടത് നമുക്ക് റോസ്റ്റർ ഉണ്ട്. ആ. റോസ്റ്റർ എന്ന് വെച്ചാൽ നമ്മൾ 3 ഐറ്റം റോസ്റ്റർ ചെയ്യാം. ഒന്ന് വുഡ് ഫയർഡ്, ഇന്നത്തെ ഗ്യാസ് വിലയ്ക്ക് ഏറ്റവും ലാഭകരമായിട്ടുള്ളത് വുഡ് ഫയർഡ്. ഇലക്ട്രിക് റോസ്റ്റർ, ഇലക്ട്രിക് റോസ്റ്റർ വരുമ്പോൾ നമ്മൾ ഇന്നത്തെ ഗ്യാസ് വിലയായിട്ട് നോക്കുമ്പോൾ നല്ല ലാഭകരമാണ് ഇലക്ട്രിക് റോസ്റ്റർ. ഇപ്പൊ കൂടുതൽ ആളുകൾ ഇലക്ട്രിക്കൽ മാറിയിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ മാറുന്നത്, നമ്മളും കൂടുതൽ ചെയ്യുന്നത് ഇലക്ട്രിക് റോസ്റ്റർ ആണ്. അടുത്ത ഞങ്ങളുടെ ഒരു മിഷനാണ് വെർജിൻ ഓയിൽ, ഹലുവ മേക്ക്, ഇതൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു മിഷനാണ്. എത്ര കിലോ ആണ് ഇതിൽ നമുക്ക് ഒരു ഹൽവ ചെയ്യാൻ പറ്റുന്നത്? ഇതിപ്പം 20 കിലോ ചെയ്യുന്ന മോഡലാണ്. 20 കിലോ. അതെ. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പുറത്തേക്ക് എടുക്കാനൊക്കെ എങ്ങനെയാണ്? ഇത് ടിൽറ്റിങ് ചെയ്യാൻ കഴിയും. ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റുമോ? ഇത്തിരി ഇതും നമുക്ക് ഇങ്ങോട്ട് ടിൽറ്റ് ചെയ്യാം. ചെരിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതെ അതെ. ഇത് ഞങ്ങളുടെ മിക്സിംഗ് മെഷീനാണ്. മിക്സിംഗ് മെഷീൻ. അതെ. എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നത്? 2-3 ഉപയോഗമുണ്ട്. റൈസ് വാഷ് ചെയ്യാൻ കഴിയും, ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റങ്ങൾ നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ. അതെ, ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഈ മിഷൻ പോകുന്നത് ഇഡ്ഡലി ദോശ മാവ് ഇങ്ങനെ അരച്ചിട്ട് അതിനെ മിക്സ് ചെയ്യാനാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പൊടിയായിട്ടുള്ള പൊടി ഐറ്റങ്ങൾ നമുക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ ഒരു മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻ. ഇതൊരു നീളത്തിലാണ് വരുന്നത് അല്ലേ? അതെ, ഇത് 120 കിലോ കപ്പാസിറ്റി ഉള്ള മെഷീനാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിന്റെ ചെറുതും ചെയ്യുന്നു. ഇതിന്റെ ചെറുതുണ്ട്, 60 കിലോ. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ജയസൂര്യാണ്. നമ്മൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ മെഷീൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്കറിയേണ്ടത് എവിടെ വരെയാണ് നിങ്ങൾ ഈ മെഷീൻസ് എത്തിച്ചു കൊടുക്കുന്നത്? ഞങ്ങൾ ഓൾ കേരള സപ്ലൈ ചെയ്യുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മാത്രമാണോ? കേരളത്തിൽ മാത്രമല്ല, നമ്മൾ ഓൾ ഇന്ത്യ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആസാമിൽ വരെ നമ്മളെ മെഷീൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ആസാമിൽ വരെ എത്തിച്ചിട്ടുണ്ടോ? ആസാമിൽ. അത് ശരി. അതേപോലെ തന്നെ പലർക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു സംശയം എന്ന് പറയുന്നത്, ഇവിടെ വന്നിട്ട് മെഷീൻ കാണാനുള്ള ഒരു സൗകര്യം അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? വന്ന് കാണാൻ കഴിയും. അത് പോയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള യൂണിറ്റുകൾ കാണിച്ചു തരും. പിന്നെ ഇവിടെ വന്ന ട്രെയിനിങ്ങും ചെയ്യാം. ട്രെയിനിങ്ങും കൊടുക്കുന്നു? ട്രെയിനിങ്ങിനുള്ള ഓപ്ഷനും ഉണ്ട്. തൊട്ടടുത്ത് തന്നെ നമ്മളൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അത് ശരി. ഇതെങ്ങനെ ചെയ്യാം, എങ്ങനെ വർക്ക് ചെയ്യാം, എങ്ങനെയാണ് ഒരു പ്രോഫിറ്റിലേക്ക് എത്താം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അല്ലേ? ലക്ഷ്മി മിൽസ് പാപ്പനംകോടാണ് ഞാനിപ്പോൾ ഉള്ളത്. ഓണർ വിഷ്ണുനാഥ് സാർ ഇപ്പോൾ കൂടെ ഉള്ളത്. നിങ്ങൾ ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ട്? നമ്മൾ ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് 1 വർഷം കഴിഞ്ഞു വന്നിട്ട്. 1 വർഷം കഴിഞ്ഞു. ഏതൊക്കെ മെഷീൻസ് ആണ് നിങ്ങൾ എടുത്തിട്ടുള്ള? സൂര്യൻ എടുത്തിട്ടുണ്ട്. നമ്മൾ സൂര്യൻ എടുത്തുള്ള മെഷീൻസ് വന്നിട്ട് നമ്മൾ ഇലക്ട്രിക് ഡ്രയേഴ്സ് എടുത്തിട്ടുണ്ട്. 4 ഡ്രയേഴ്സ് എടുത്തിട്ടുണ്ട് വന്നിട്ട്. 4 ഡ്രയർ യൂസ് ചെയ്യുന്നു. 4 ഡ്രയർ യൂസ് ആണ്. ഇത് കൂടാതെ വരുന്ന ബാക്കിയുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്ന ഒന്ന് നമ്മളൊരു എക്സ്പെല്ലർ ഉണ്ട്, 4 ബോൾട്ടിന്റെ എക്സ്പെല്ലർ ഉണ്ട്. അതിന് കൂടെ ഒരു കൊപ്ര കട്ടിംഗ് മെഷീൻ ഉണ്ട്. പോരാഞ്ഞിട്ട് നമുക്കൊരു 16 സ്ലോട്ട് വരുന്ന ഒരു ഫിൽറ്ററും കൂടെ ഉണ്ട്, ഓയിൽ ഫിൽറ്ററും കൂടെ എടുത്തിട്ടുണ്ട്. സൂര്യനുള്ള സർവീസ് കാര്യങ്ങൾ എങ്ങനെയുണ്ട്? ആക്ച്വലി ഞാൻ നമ്മുടെ ഈ ഓയിൽ മില്ല് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു 6 മന്ത്സ് ഇനിഷ്യൽ സ്റ്റഡിയുടെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ പോയി. അതായത് ത്രൂ അറൗണ്ട് നമ്മളെ കർണാടക ബോർഡർ വരെ പല മില്ലുകളും ബോയ്സ് ഒന്ന് കണ്ടു. അപ്പോൾ കണ്ടതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാസർഗോഡ് ടു ട്രിവാൻഡ്രം വരെ ഏറ്റവും കൂടുതൽ യൂണിറ്റ്സ് ഓയിൽ മാനുഫാക്ചറിംഗിന്റെ യൂണിറ്റ്സ് സപ്ലൈ ചെയ്യുന്നത് സൂര്യക്കാരാണ് വന്നിട്ട്. പിന്നെ ഇവരുടെ സർവീസ് എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് ആണ്. പിന്നെ ഇവരുടെ ഒരു യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പല യൂണിറ്റ്സുമായിട്ടൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നു. നമുക്ക് തൃശ്ശൂരുണ്ട്, അതുപോലെ തന്നെ ബോംബെ ബേസ്ഡ് പല യൂണിറ്റ്സ് ഉണ്ട്, തമിഴ്നാട് കോയമ്പത്തൂർ ബേസ്ഡ് പല യൂണിറ്റ്സ് ഉണ്ട്. പക്ഷേ അതെല്ലാം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇവരുടെ എക്സ്പെല്ലറിനാണ് വന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ പെർസെൻറ്റേജ് കൂടുതൽ ഓയിൽ കിട്ടുന്നത്. കോഴിക്കോടുള്ള ഒരു യൂണിറ്റിൽ ഞാൻ ചെന്നു കണ്ടു, അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം കുറ്റിയാടി തേങ്ങ എടുത്ത് ഈ സൂര്യയുടെ എക്സ്പെല്ലറിൽ ഇട്ട് അവർ യൂസ് ചെയ്ത് കൃത്യമായിട്ട് 70% ഓയിൽ എക്സ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ പ്രൂവ് ചെയ്തതാണ്. ഞാൻ കഴിഞ്ഞ 1 വർഷമായിട്ട് ഉപയോഗിക്കുന്നു. എനിക്ക് ഇതുവരെ അതിൽ യാതൊരു കംപ്ലൈൻസും വന്നില്ല. എങ്ങനെയുണ്ട് പ്രോഡക്റ്റ്? പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഓയിലിന്റെ പ്രത്യേകിച്ച് നമ്മൾ ഇത് ഫിൽറ്റർ ചെയ്യുന്നത്. ഒരു ഫിൽറ്ററിന്റെ പ്രത്യേകത വെച്ചാൽ 16 വാക്സ് വരുന്ന ഫിൽറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് കാരണം ഓയിലിന്റെ കളർ ക്രിസ്റ്റൽ ക്ലിയർ, നമ്മൾ ആക്ച്വലി സോഡ വെള്ളം പോലെ ഇരിക്കുന്നത്. അത് നമ്മളെ കസ്റ്റമേഴ്സിന് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രം വേൾഡ് മാർക്കറ്റിലുള്ള സുനിയാണ്ട് ഇപ്പോൾ ഉള്ളത്. ഒരു യൂണിറ്റ് ഇവിടെ സുനിയാണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ പിറകിൽ ഏകദേശം 1 വർഷമായിട്ട് നടക്കുവാണ്. നമുക്കൊരു യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി. അപ്പോൾ ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു, പല സ്ഥലങ്ങളിൽ പോയി കമ്പനികളെല്ലാം കണ്ടു, ആൾക്കാരെ കണ്ടു, അവർ പ്രൊഡക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. എന്നിട്ട് ഇതെല്ലാം ഞാൻ ഇവിടെ മെഷീനിനെ കുറിച്ച് അന്വേഷിച്ചു. മെഷീനിൽ ഞാൻ ഇവിടുന്ന് സൂര്യ ഇലക്ട്രിക്കൽസ് അവിടെ പോയിട്ടാണ് ഞാൻ ഈ മെഷീന് ഫൈനൽ തീരുമാനിച്ചത്. എന്ന് പറഞ്ഞാൽ മറ്റുള്ള സ്ഥലത്തെല്ലാം പ്രൊഡക്ഷൻ ചെയ്യുന്ന കപ്പാസിറ്റി എല്ലാം സെയിം ആണെങ്കിലും റേറ്റ് കൂടുതലാണ്. അങ്ങനെയാണ് ഞാനിത് അവിടെ നിന്ന് എടുത്തത്. ക്വാളിറ്റി ഒക്കെ ബെറ്റർ ആണോ? ക്വാളിറ്റി ഒക്കെ ബെറ്റർ ആണ്. ഞാൻ പ്രൊഡക്റ്റ് എല്ലാം ഇറക്കിയപ്പോഴത്തേക്ക് എനിക്ക് അതിന്റെ ഫൈനൽ റിസൾട്ട് കിട്ടിയത് നല്ല പ്രോഡക്റ്റ് ആണെന്നുള്ള കിട്ടിയത് ഈ മെഷീന്റെ ഒരു ഇതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾ ഇപ്പൊ എത്ര പ്രോഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ഞാനിപ്പം 10 പ്രോഡക്റ്റ് ആണ് ഇവിടെ നിന്ന് ഇറക്കുന്നത്. 10 പ്രോഡക്റ്റ് ഈ മെഷീനിൽ തന്നെയാണ് ചെയ്യുന്നത്.
പക്ഷേ നമുക്ക് ഇനിയും കുറച്ച് പ്രോഡക്റ്റുകളിലൂടെ ഇറക്കാറുണ്ട്. അത് കുറച്ച് മെഷീനും കൂടെ ഒക്കെ വരണുണ്ട്. അതിന്റെ കൂടെ പ്ലാനിംഗ് ഒക്കെ പ്ലാനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കും. ഇത്രയാണ് സൂര്യ ഇലക്ട്രിക്കൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്സിന്റെ വിശേഷങ്ങൾ. എത്രമാത്രം മെഷീൻസ് നമ്മൾ കണ്ടല്ലേ. ഒരു സ്ഥലത്താണ് ഇത്രയും മെഷീൻസ് ചെയ്യുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കമ്പനിയുടെ ഒരു വിശേഷം നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തേലും നിങ്ങൾക്ക് അറിയണം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, വിളിക്കുക, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അത് ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.